ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാരിദ്ര്യം പിടികൂടുന്ന 50 കാര്യങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരവും നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യത്തിനെ തൊട്ട്, പട്ടിണിയെ തൊട്ട്, കടങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا يا دافع البليات. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്ത് മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാൻ മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് എന്നും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ, ശാന്തിയും സമാധാനവും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിന്റെ അവസാനം എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ മജ്ലിസിൽ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളെ മജ്ലിസിൽ പഠിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം, അഥവാ നമ്മളെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കൊണ്ടുവരുന്ന 50 കാര്യങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു വിഷയമാണ് പ്രിയമുള്ളവരെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാഹുവിനോട് കാവല് ചോദിച്ചിട്ടുണ്ട്. നിരന്തരമായി അള്ളാഹുവിന്റെ റസൂല് ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചത് ഹദീസിൽ കാണാവുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്രി. അല്ലാഹുവേ, കുഫറിനെ തൊട്ടും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിനെ തൊട്ടും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂല് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട ഒരു വിഷയമാണ്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയക്കുന്ന, ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു വിഷയം മരണമാണ്, അല്ലെ? മരണത്തിന് നമ്മളെല്ലാവരും പേടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഭയക്കുന്ന ഒരു വിഷയമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്, കടമെന്ന് പറയുന്നത്, പട്ടിണി എന്ന് പറയുന്നത്. പട്ടിണി കാരണം ദിവസേന എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്? കടം കാരണം എത്ര ആളുകളാണ് ദിവസേന ആത്മഹത്യ ചെയ്യുന്നത്? അള്ളാഹുവേ, ദാരിദ്ര്യം കാരണം ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുത്തി വെക്കുന്ന ഒന്നാമത്തെ കാര്യം പലിശയുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. നമ്മളെ മജ്ലിസിൽ തന്നെ ഒരുപാട് ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ അതിൽ നിന്നൊരു രക്ഷ നീ നൽകണേ റഹ്മാനെ. നമ്മളെ ജീവിതത്തിൽ പലിശയുമായി ഒരിക്കലും നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പ് ഞാൻ നമ്മളെ മജ്ലിസിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ ജീവിതം
ജീവിതത്തിൽ ഒരിക്കലും രക്ഷ ഉണ്ടാവില്ല, രക്ഷപ്പെടാൻ കഴിയുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചില തെറ്റുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചില തെറ്റുകൾ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് പലിശ എന്ന് പറയുന്നത്. പലിശ എന്ന് പറയുന്നത് അപകടം പിടിച്ചതാണ്. നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു തെറ്റാണ് പലിശ. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഹറമല്ലാഹു റിബ, പലിശ അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞ ഒരു തെറ്റാണ് പലിശ. ആ പലിശയുമായി നമ്മൾ ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തിരിച്ചെടുത്തുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്ന് ഞാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരാൾ പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പലിശ കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. മരിക്കുന്നതിന്റെ മുമ്പ് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ രണ്ടാമത്തെ വിഷയം ഒരുപാട് വിശദീകരിക്കാനുണ്ട്, ഞാൻ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ഉളൂ എടുത്ത വെള്ളം ധരിച്ച വസ്ത്രം കൊണ്ട് തുടക്കുക എന്നുള്ളതാണ്. ഉളൂ എടുത്ത വെള്ളം ശരിക്കും തുടക്കാൻ തന്നെ പാടില്ല എന്നുള്ളതാണ്. ഉളൂ എടുത്ത വെള്ളം തുടക്കൽ കറാഹത്താണെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഉളൂ എടുത്ത വെള്ളം നാം ധരിച്ച വസ്ത്രം കൊണ്ട് ഇങ്ങനെ തുടക്കുക, തുണി കൊണ്ട് തുടക്കുക, നമ്മൾ ധരിച്ച തുണി കൊണ്ട് തുടക്കുക, നമ്മൾ ധരിച്ച മക്കന കൊണ്ട് തുടക്കുക, അത് ദാരിദ്ര്യത്തിന് കാരണമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തെ വിഷയം അമിതമായി ഉറക്കമാണ്. അമിതമായി ഉറങ്ങാൻ പാടില്ല. ചില ആളുകൾ രാത്രി ഉറങ്ങും, പകലും ഉറങ്ങും. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നാലാമത്തെ വിഷയം പൂർണ്ണ നഗ്നരായി കിടന്നുറങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. ഉറങ്ങുന്ന സമയത്തും നമ്മൾ ഔറത്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല നിലക്ക് കടന്നുറങ്ങണമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അഞ്ചാമത്തെ വിഷയം വലിയ അശുദ്ധിയുള്ളവർ കുളിക്കാതെ, ജനാപത്തുകാരൻ കുളിക്കാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ദാരിദ്ര്യത്തിന് കാരണമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആറാമത്തെ വിഷയം വീണുപോയ ഭക്ഷണത്തിനെ നിസാരപ്പെടുത്തുക. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്ത് വീണ ഭക്ഷണം ഉണ്ടാകും, അതിനെ മൈൻഡ് ചെയ്യാതെ അത് എടുത്ത് കഴുകി വൃത്തിയാക്കി കഴിക്കാതെ അതിനെ നിസാരപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമ്മളുണ്ടെങ്കിൽ അള്ളാഹു പട്ടിണി തരും, അള്ളാഹു ദാരിദ്ര്യം തരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏഴാമത്തെ വിഷയം ഉള്ളിത്തോൽ അടുപ്പിലിട്ട് കരിക്കുക എന്നുള്ളതാണ്. ഉള്ളിത്തോൽ ഒരിക്കലും അടുപ്പിലിട്ട് കരിക്കാൻ പാടില്ല. അത് നമ്മളുടെ പൂക്കളും ചെടികളൊക്കെ ഉണ്ടാവും, അതിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടുക. അതുപോലെ തന്നെ സസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടുക എന്നല്ലാതെ ഉള്ളിത്തോൽ ഒരിക്കലും അടുപ്പിലിട്ട് കരിക്കാൻ പാടില്ല എന്ന് മഹാന്മാര് പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായി രാത്രി വീട് അടിച്ചു വാരുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അനാവശ്യമായി രാത്രി വീട് അടിച്ചു വാരാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാകും, വീട്ടിൽ വിരുന്നേരൊക്കെ വരുമ്പോൾ വീടാകെ വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ അടിച്ചു വാരുക എന്നുള്ളതല്ലാതെ എന്നും അനാവശ്യമായി രാത്രി വീട് അടിച്ചു വാരാൻ പാടില്ല. അങ്ങനെ രാത്രി വീട് അടിച്ചു വാരിയാൽ അത് ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമ്പതാമത്തെ വിഷയം റൂമിലും അതുപോലെ തന്നെ നമ്മളെ വീടുകളിലൊക്കെ ചപ്പ് ചവറുകൾ ഇങ്ങനെ കൂട്ടിയിടുക. ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് അടിച്ചു വാരിയിട്ട് അത് വീട്ടിൽ ഇങ്ങനെ കൂട്ടിയിടുക. അങ്ങനെ ഒരിക്കലും കൂട്ടിയിടാൻ പാടില്ല, അത് പുറത്തു കൊണ്ടുപോയി കളയണം. അങ്ങനെ വീട്ടിൽ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഒമ്പതാമത്തെ വിഷയം വലിയവരെ ബഹുമാനിക്കാതിരിക്കലാണ്. നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ ഉണ്ടാകും, നമ്മളെ ജ്യേഷ്ഠന്മാര്, ഏട്ടത്തിമാര്, അതുപോലെ തന്നെ അയൽവാസികൾ, മൂത്ത ആളുകൾ, നാട്ടിലുള്ള കാരണവന്മാരൊക്കെ ഉണ്ടാവും. അവരെ ബഹുമാനിക്കാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യമുണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ 11ാമത്തെ വിഷയം മാതാപിതാക്കളുടെ പേര് വിളിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളെ ഒരിക്കലും പേരെടുത്ത് വിളിക്കാൻ പാടില്ല. അഹമ്മദേ, പോക്കരെ, മുഹമ്മദേ, അങ്ങനെ ഒരിക്കലും മാതാപിതാക്കളെ പേര് വിളിക്കാൻ പാടില്ല. ആയിഷ, ഖദീജ എന്ന് ഉമ്മാനെ ഉപ്പ എന്ന് പേരെടുത്ത് വിളിക്കാൻ പാടില്ല. അങ്ങനെ പേരെടുത്ത് വിളിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ചെളിവെള്ളം കൊണ്ട് കൈ കഴുകുക എന്നുള്ളത്. ചെളിവെള്ളം, വൃത്തിഹീനമായ വെള്ളങ്ങൾ ഉണ്ടാകും, ആ വെള്ളത്തിൽ പോയി കൈ കഴുകി കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ്. 13ാമത്തെ വിഷയം നിസ്കാരത്തെ നിസാരമാക്കുക എന്നുള്ളതാണ്. നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താ?
സുബ്ഹാനല്ലാഹ് നിസ്കാരമാണ്. ആ നിസ്കാരത്തിനെ നിസാരപ്പെടുത്തി കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകും, ബറക്കത്തുണ്ടാവൂല, ജീവിതത്തിൽ ഒരു നിലക്കും നമ്മൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിസ്കാരത്തിനെ ഒരിക്കലും നിസാരപ്പെടുത്തരുത്. അതുപോലെ തന്നെ ധരിച്ച വസ്ത്രം ശരീരത്തിൽ ഇട്ടുകൊണ്ട് തുന്ന, നമ്മളെ ധരിച്ച വസ്ത്രം ഉണ്ടാവും, അതിൽ വല്ല കീറലോ അതല്ലെങ്കിൽ ബട്ടൺസ് ഒക്കെ തുന്നാണ്ടാവും, അത് ധരിച്ചുകൊണ്ട് തന്നെ തുന്നാൻ ഒരിക്കലും പാടില്ല. അത് ശരീരത്തിൽ നിന്ന് ഊരിയിട്ടുകൊണ്ടാണ് നമ്മൾ തുന്നേണ്ടത്. ശരീരത്തിൽ ഇട്ടുകൊണ്ട് ധരിച്ചുകൊണ്ട് ഒരിക്കലും തുന്നാൻ പാടില്ല. അങ്ങനെ തുന്നിക്കഴിഞ്ഞാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ മാറാല, എട്ടുകാലി ഉണ്ടാക്കുന്ന മാറാലകൾ ഇങ്ങനെ കെട്ടുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും. മാറാലകളൊക്കെ വൃത്തിയാക്കണം. നമ്മളെ വീട് അടിച്ചു വാരുന്ന സമയത്ത് ചൂല് കൊണ്ടൊക്കെ മാറാലകൾ തട്ടേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്ന് എണീറ്റ് പോകുക. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ ഇരുന്ന് അല്പനേരമൊക്കെ പള്ളിയിലൊക്കെ ഇരുന്ന് കുറച്ച് ദിക്റൊക്കെ ചൊല്ലിയിട്ടാണ് എണീറ്റ് പോകേണ്ടത്. ഇത് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എണീറ്റ് പോകുന്ന സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ദാരിദ്ര്യത്തിന് കാരണമാണ്. അതുപോലെ തന്നെ 17ാമത്തെ വിഷയം, വെറുതെ അങ്ങാടിയിൽ പോയിരിക്കുക. അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സ്ഥലമാണ് അങ്ങാടി എന്ന് പറയുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പള്ളി എന്ന് പറയുന്നത്. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലമാണ് അങ്ങാടി. ആ അങ്ങാടിയിൽ ഇങ്ങനെ പോയിരിക്കുക, എന്നിട്ട് ഇങ്ങനെ ഹറാമിലേക്ക് നോക്കുക, ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ ഇങ്ങനെ പറയുക. ഇത് അള്ളാഹുവിന് വെറുപ്പാണ്. ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിലും ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ തന്നെ പാത്രങ്ങൾ വൃത്തിയാക്കാതെ കിടന്നുറങ്ങുക ചില സഹോദരിമാരുടെ സ്വഭാവമാണ്. നമ്മൾ രാത്രി കഴിച്ച ഭക്ഷണമൊക്കെ ഉണ്ടാവും, ഭക്ഷണ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. ആ പാത്രങ്ങൾ ശരിക്കും വൃത്തിയാക്കിയിട്ട് കിടന്നുറങ്ങുക. വൃത്തിയാകാതെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അവിടേക്ക് റഹ്മത്തിന്റെ മലക്കുകളും പോലും വരില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 19ാമത്തെ വിഷയം, യാചകരുടെ ഭക്ഷണം ചോദിച്ചു വാങ്ങുക. അവരെന്നെ യാചിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ അവരുടെ കയ്യിലുള്ളത് നമ്മൾ ചോദിച്ചു വാങ്ങുന്ന ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. 20ാമത്തെ വിഷയം, വിളക്ക് ഊതി അണക്കുക എന്നുള്ളതാണ്. വിളക്ക് ഒരിക്കലും ഊതി അണക്കാൻ പാടില്ല, കൈ കൊണ്ട് ഇങ്ങനെ അണക്കണം. ഒരിക്കലും വിളക്ക് ഊതി അണക്കാൻ പാടില്ല. ഇത് മഹാന്മാര് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാരിദ്ര്യത്തിന് കാരണമാകുന്നതാണ്. അതുപോലെ തന്നെ 21ാമത്തെ വിഷയം, ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ശാസ്ത്രം പോലും പറയുന്നത്, ഡോക്ടർമാർ പോലും പറയുന്നത് ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ചാരി ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മഹാന്മാര് പറയുന്നു ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ 22ാമത്തെ വിഷയം, പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി വാരുക എന്നുള്ളതാണ്. ഒരു ചീർപ്പിന് ആകെ 5 രൂപയെ വരുള്ളൂ, അല്ലെങ്കിൽ 2 രൂപ വരുള്ളൂ. അവിടെ പിഷ്കത്തരം കാണിട്ട് പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി വാരാൻ പാടില്ല, ദാരിദ്ര്യം ഉണ്ടാകും എന്നുള്ളതാണ്. 23ാമത്തെ വിഷയം, മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മൾ 5 വക്തിലും മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കണം. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയിലാവും, നമ്മൾ ദാരിദ്ര്യത്തിനാവും. കാരണം നമ്മളെ ബറക്കത്ത് എന്ന് പറയുന്നത് നമ്മളെ മാതാപിതാക്കളാണ്. അവരെ ആദരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 24ാമത്തെ വിഷയം, പ്രത്യേകം മുത്തഅല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ ഭർത്താക്കന്മാര് ഉസ്താദുമാരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മളെ മക്കൾ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇരുന്നു കൊണ്ട് ഒരിക്കലും തലപ്പാവ് കെട്ടാൻ പാടില്ല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ദാരിദ്ര്യത്തിന് കാരണമാകും. അതുപോലെ 25ാമത്തെ വിഷയം, ഖുർആൻ ഓതാത്ത വീടാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആനാണ് ബർക്കത്ത്. നമ്മളെ ദാരിദ്ര്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു സഹായമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല എന്നുള്ളതല്ലേ. അങ്ങനെ ഖുർആൻ ഓതാത്ത വീടുണ്ടെങ്കിൽ അവിടെ ദാരിദ്ര്യം തന്നെ. കാരണം അവിടെ ഇല്ല 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 എന്നുള്ള വർത്താനം തന്നെ ഉണ്ടാവുള്ളൂ. അവിടെ ഒന്നും പട്ടിണിയായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 26ാമത്തെ വിഷയം, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുപോലെ 27ാമത്തെ വിഷയം, പിശുക്കത്തരം കാണിക്കുക എന്നുള്ളതാണ്. എത്ര വലിയ സമ്പന്നനാണെങ്കിലും പിശുക്കത്തരം കാണിച്ചാൽ മരിക്കുന്ന സമയത്ത് ദാരിദ്ര്യം അനുഭവിക്കാതെ അവൻ മരിക്കുകയില്ല. 28ാമത്തെ വിഷയം, അമിതമായി ചെലവഴിക്കുക. അമിതമായി ചെലവഴിക്കാനും പാടില്ല, ഇസ്റാഫ് കാണിക്കാൻ പാടില്ലെന്ന് അള്ളാഹു ഖുർആനിലൂടെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
29-ാമത്തെ വിഷയം, എപ്പോഴും തെറ്റ് ചെയ്യുക. ഏത് സമയത്തും തെറ്റാണ്. അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ഏത് സമയത്തും ചെയ്താൽ അവൻ പട്ടിണിയിലാവും. അതുപോലെ തന്നെ വീടിന്റെ ഉമ്മറപ്പടിയിലിരിക്കുക. അങ്ങനെ ചില ആളുകളുണ്ട്. വീടിന്റെ മുൻവശത്ത് ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിരിക്കാനുള്ളതല്ല, അത് ചവിട്ടി കയറാനുള്ളതാ. ആ ഉമ്മറപ്പടിയിൽ, ഞങ്ങളുടെ ഭാഷയിൽ ഉമ്മറപ്പടി എന്നാ പറയാ, അങ്ങനെ ആ ഉമ്മറപ്പടിയിൽ ഇരുന്നാൽ ദാരിദ്ര്യമുണ്ടാകുന്നതാണ്. അതുപോലെ 31-ാമത്തെ വിഷയം, പേനിനെ കരിച്ചു കളയുക എന്നുള്ളത്. പേനിനെ കരിക്കാൻ പാടില്ല. അങ്ങനെ പേനിനെ കരിച്ചു കളഞ്ഞാൽ ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, പേന് തലയിൽ നിന്നെടുത്ത് അതിനെ വെറുതെ വിടുക. അങ്ങനെ പേനിനെ വെറുതെ വിടാനും പാടില്ല, അതിനെ കൊല്ലണം. കരിച്ചാലും പാടില്ല, പക്ഷെ അതിനെ കൊല്ലണം. വെറുതെ ഭൂമിയിലൂടെ വിടാൻ പാടില്ല. അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ദാരിദ്ര്യമുണ്ടാകും. 33-ാമത്തെ വിഷയം വ്യഭിചാരമാണ്. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു, ലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അത് കടുത്ത തെറ്റാണ്. വ്യഭിചരിക്കരുതേ എന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്, അത് മഹാപാപമാണ്. അങ്ങനെ വ്യഭിചരിച്ചാൽ ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ തന്നെ 34-ാമത്തെ വിഷയം, മഴ, കാറ്റ് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അതിനെ ചീത്ത പറയാൻ പാടില്ല. അതിനെ ചീത്ത പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളെ ജീവിതത്തിലേക്ക് വരികയില്ല എന്നുള്ളതാണ്. മറ്റൊരു വിഷയമാണ് ഫാസിക്കിനെ സ്നേഹിക്കുക. തമ്മാടിത്തരം ചെയ്യുന്ന ആളുകളെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല, അത് നമ്മളെ പട്ടിണിയിലാക്കും. മറ്റൊരു വിഷയം, ബാത്റൂമിലേക്ക് വലതുകാൽ എടുത്തു വെച്ച് കയറുക. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ആദ്യം നമ്മൾ വെക്കേണ്ട കാല് ഇടതുകാലാണ്. വലതുകാൽ വെച്ചാൽ ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ ആദ്യം വെക്കുക എന്നുള്ളത്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം വലതുകാല് വെക്കണം, ഇടതുകാലല്ല വെക്കേണ്ടത്. അങ്ങനെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഇടതുകാല് വെച്ച് കയറിയാൽ ദാരിദ്ര്യമുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, ഭക്ഷണം അടുക്കിൽ കൊണ്ടുപോയി ഇടുക. ചില ആളുകളൊക്കെ ഭക്ഷണം ബാക്കിയായി കഴിഞ്ഞാൽ പിന്നെ തെങ്ങിന്റെ ചുവടൊക്കെ ഉണ്ടാവും, അവിടെ അഴുക്കുകളൊക്കെ ഉണ്ടാവും, അവിടെ കൊണ്ടുപോയി കൊട്ടും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് തരുന്ന ഭക്ഷണമാണ്, അള്ളാഹു ഭക്ഷണം മുടക്കി കളയും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ 39-ാമത്തെ വിഷയം, ചീത്ത ആളുകളെ പുകഴ്ത്തി പറയുക എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ചീത്തയായ തമ്മാടികളായ ആളുകൾ ഉണ്ടാകും. അവര് വലിയ ഉഷാറാണ് കേട്ടോ, ഓ നല്ല ഉഷാറാണ്, ഓൻ ഭയങ്കരനാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ അവരെ പുകഴ്ത്തുക. നമ്മൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാനായിരിക്കും, പക്ഷെ അവര് തമ്മാടിത്തരം ചെയ്യുന്ന ആളുകളായിരിക്കും. അവരെ പുകഴ്ത്തി കഴിഞ്ഞാൽ നമ്മളെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. അതുപോലെ 40-ാമത്തെ വിഷയം, തുണി കൊണ്ട് അടിച്ചു വാരുക. നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഡ്രസ്സ് എടുത്തിട്ട് അടിച്ചു വാരുക. അടിച്ചു വാരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂല് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചൂല് കൊണ്ട് അടിച്ചു വാരുക. ഡ്രസ്സ് കൊണ്ട് അടിച്ചു വാരാൻ പാടില്ല, അല്ലാഹു ദാരിദ്ര്യം നൽകുന്നതാണ്. 41-ാമത്തെ വിഷയം, പല്ലുകൊണ്ട് നഖം കടിക്കുക. ഒരിക്കലും പല്ലുകൊണ്ട് നഖം കടിക്കാൻ പാടില്ല. നഖം മുറിക്കാൻ അല്ലാഹു കട്ടർ തന്നിട്ടുണ്ട്, ബ്ലേഡ് തന്നിട്ടുണ്ട്. അത് പല്ലുകൊണ്ടല്ല മുറിച്ചെടുക്കേണ്ടത്. അങ്ങനെ പല്ലുകൊണ്ട് നഖം കടിച്ചാൽ അവന് പട്ടിണിയിലായി പോകും. 42-ാമത്തെ വിഷയം, കളവ് പറയുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഖുലിൽ ഹഖ വ ഇൻ കാന മുറ, എത്ര കയ്പുണ്ടെങ്കിലും സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതാണ്. അപ്പൊ കളവ് പറഞ്ഞ് ജീവിച്ചാൽ അല്ലാഹു പട്ടിണി തന്ന് പരീക്ഷിക്കുമെന്നുള്ളതാണ്. 43-ാമത്തെ വിഷയം, ടോയ്ലറ്റിൽ പോയി അഥവാ കക്കൂസിൽ പോയി ഉളു എടുക്കുക എന്നുള്ളത് പാടില്ല. കക്കൂസിൽ എങ്ങനെ ഉളു എടുക്കല്? അവിടെ ദിക്ർ ചെല്ലണ്ടേ? എങ്ങനെയാണ് ഉളുവിന്റെ സമയത്ത് ചെല്ലേണ്ട ദിക്റുകളും ഔദും ബിസ്മിയൊക്കെ നമ്മൾ എങ്ങനെ ചെല്ലും? അതുകൊണ്ട് ടോയ്ലറ്റിൽ സ്ഥിരമായി ഉളു എടുത്താൽ അല്ലാഹു പട്ടിണി തരുന്നതാണ്. 44-ാമത്തെ വിഷയം, സലാം പറയൽ ഒഴിവാക്കലാണ്. ഏറ്റവും അല്ലാഹു ബർക്കത്തിന് നമ്മൾക്ക് നന്നതാണ് സലാം. സലാം പറഞ്ഞാൽ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകും. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയില്ല, ഭാര്യയോട് സലാം പറയില്ല, ഉമ്മയോട് സലാം പറയില്ല. പറഞ്ഞിട്ടില്ലെങ്കിലോ അല്ലാഹു ദാരിദ്ര്യം നൽകും, അല്ലാഹു പട്ടിണി നൽകും. അതുകൊണ്ട് സലാം പറയുക, കണ്ടവിട്ടുന്നവരോട് സലാം പറയുക. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയുക എന്നുള്ളതാണ്. 45-ാമത്തെ വിഷയം, വഞ്ചന കാണിക്കുക. ഏത് സമയത്തും എല്ലാ നിലക്കും, കച്ചവടത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും മറ്റുള്ളവരെ വഞ്ചിച്ചാൽ അല്ലാഹു പട്ടിണി നൽകുന്നതാണ്. അതുപോലെ 46-ാമത്തെ വിഷയം, കുടിവെള്ളം തടഞ്ഞു വെക്കുക എന്നുള്ളത്. അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്
കാര്യമാണ് വെള്ളമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, കിണറ്റിൽ വെള്ളമില്ലാത്ത ആളുകളുണ്ടാകും. അങ്ങനത്തെ ആളുകൾക്ക് വെള്ളം കൊടുക്കാതെ തടഞ്ഞു വെച്ചാൽ അള്ളാഹു പട്ടിണി നൽകുന്നതാണ്. അതുപോലെ 47ാമത്തെ വിഷയം, 2 വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കുക. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ 3 വിരൽ കൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്. 2 വിരലിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ 48ാമത്തെ വിഷയം, മഹാന്മാരെ കളിയാക്കുക. അല്ലെ, മുഹ്യിദ്ദീൻ ശൈഖിനെ കളിയാക്കുക, മമ്പറന്നങ്ങളെ കളിയാക്കുക, ഔലിയാക്കളെ കളിയാക്കുക, നഫീസ് അൽ മിസ്രി റളിയല്ലാഹു അൻഹയെ കളിയാക്കുക, ഖുലഫാ റാഷിദീങ്ങളെ കളിയാക്കുക, ഖദീജ ബീവിയെ കളിയാക്കുക. ശ്രദ്ധിച്ചോ, മരിക്കുന്നതിന്റെ മുമ്പ് ദാരിദ്ര്യത്തിന്റെ പടുകൂടിയിലേക്ക് നമ്മൾ വീണു പോകുന്നതാണ്. അള്ളാഹു കാക്കട്ടെ. അതുപോലെ തന്നെ 49ാമത്തെ വിഷയം, താടിക്ക് കൈയൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഈ താടിക്ക് കൈയൊടുത്തിരിക്കുന്നതിന്റെ അടയാളം തന്നെ നിരാശ, എപ്പോഴും ടെൻഷൻ ആളുകൾ അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കാൻ പാടില്ല, അള്ളാഹു പട്ടിണി നൽകും. അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് മൂത്രമൊഴിക്കുക. ചില ആളുകൾക്ക് ഒരു രസമാണ്, കുളത്തിലേക്ക് പോയിട്ട് അവിടെ പോയി മൂത്രയിക്കുക. അതുപോലെ തന്നെ അങ്ങനത്തെയുള്ള സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് മൂത്രയിക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു ദാരിദ്ര്യം നൽകും, അള്ളാഹു പട്ടിണി നൽകുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം. അങ്ങനെയാണ് ചില ആളുകൾ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കമന്റിൽ വന്നിട്ട് അനാവശ്യങ്ങൾ പറയാ, തെറി പറയാ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ. ഇനി നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതിരിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു അത്ഭുതകരമായ സൂറത്തുണ്ട്. നമ്മളെ മജ്ലിസിലുള്ള പല ആളുകളും അത് ഓതുന്നുണ്ടാവും. അഥവാ സൂറത്തുൽ വാഖിയ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സ്ഥിരമായി ഓതിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും പട്ടിണി ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവൂല. അതോടൊപ്പം തന്നെ സൂറത്തുൽ ളുഹാ, വല്ലുഹാ വല്ലൈലി ഇദാ സജാ. സുബ്ഹാനല്ലാഹ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പട്ടിണി ഉണ്ടാവൂല, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഇത് പതിവാക്കിയാൽ ദാരിദ്ര്യം ഉണ്ടാവൂല. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. സ്വാലിഹായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, പട്ടിണിയെ തൊട്ട് കാക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കൾ നൽകണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ലാ, ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ. ബുദ്ധികൂർമ്മതയുള്ള മക്കളാക്കണേ അല്ലാ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ പലരും പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ റഹ്മാനെ. ശാന്തിയും സമാധാനവും നൽകണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സും തൗഫീഖും നൽകണേ റഹ്മാനെ. ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റബ്ബേ. മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. നിന്റെ ലിഖാഹ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഞങ്ങളെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം. നീ എല്ലാം നീ നിറവേറ്റി തരണേ റഹ്മാനെ. എല്ലാ ഉദ്ദേശങ്ങളും കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റബ്ബേ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.